ഇടുക്കി കൊമ്പടിഞ്ഞാൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ നാട്ടുകാർക്ക് ആ ദിവസം ഇന്നും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. മനുഷ്യമാംസം കത്തിയെരിഞ്ഞതിൻ്റെ ദുർഗന്ധം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ മെയ് 10-നാണ് കൊമ്പടിഞ്ഞാലിലെ ഒരു വീട്ടിലെ 4 പേരെ ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന് 9 മാസമാകുമ്പോഴും കേസന്വേഷണം എങ്ങും എത്തിയില്ല. അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ദുരന്തത്തിൻ്റെ കാരണം സംബന്ധിച്ച് യാതൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് 700 പേർ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. മെയ് 10-നാണ് ഇടുക്കി കൊന്നത്തടി കൊമ്പൊടിഞ്ഞാൻ തെള്ളിപ്പടവിൽ വീട്ടിൽ ശുഭ, മാതാവ് പൊന്നമ്മ, മക്കളായ അഭിനവ് എന്നിവരെ വീടിന് തീപിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ താമസിച്ചിരുന്ന വീട് റോഡരികിൽ നിന്നും 400 മീറ്ററോളം ദൂരെയാണ്. ശുഭയുടെ ഭർത്താവ് അനീഷ് 4 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. പിന്നീട് ശുഭയുടെ മാതാവ് പൊന്നമ്മയാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്നത്. സമീപവാസിയായ ഒരാൾ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാനായി ഇതുവഴി എത്തിയപ്പോഴാണ് വീട് അഗ്നിക്കിരയായ വിവരം പുറം ലോകമറിയുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൂത്ത കുട്ടി 9 വയസ്സുള്ള അഭിനന്ദിനെ മാത്രമാണ് ആദ്യം കണ്ടെത്താനായത്. അടുക്കള ഭാഗത്ത് ഗ്യാസ് സിലിണ്ടറിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു കുട്ടിയെ കണ്ടത്. ജീവനുണ്ടെന്ന ധാരണയിൽ ഉടൻ തന്നെ അടിമാലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചതായി സ്ഥിരീകരിച്ചു. പിന്നീട് നാട്ടുകാരും പോലീസും ഏറെ സമയം നടത്തിയ തെരച്ചിലിൽ മറ്റ് 3 പേരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ് ചാരമായ നിലയിൽ കണ്ടെത്തി. വെള്ളത്തൂവൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും സംഭവം നടന്ന് 9 മാസം പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. ഇവർ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയൽവാസിയായ ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയായിട്ട് ഈ വഴി വന്നു കഴിഞ്ഞപ്പോൾ ഈ വീടിന് തീ പിടിച്ചതായിട്ട് പുറംലോകം അറിയുന്നത്. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ കുഞ്ഞ് 4 മാസം പ്രായമുണ്ടപ്പം അവർ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ ഇത്ര നാൾ പിടിച്ചു നിന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആ മരണത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അത് അവർ റോഡ് സൈഡിലോട്ട് മാറാനായിട്ടിരിക്കുവായിരുന്നു. വാടക വീട്ടിലോട്ട് പഴയ വീട് കാലഹരണപ്പെട്ടു പോയി. അത് ചോർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനോട് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയൊക്കെ അവളുടെ അടുത്തുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കൂടെ അവർ ഒരു യാത്ര പോയിട്ട് വന്നായിരുന്നു. അവർ അതിനുശേഷം പിറ്റേ ദിവസം ഒരു 3-3:30 ആയപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. എന്നിട്ട് അതും കഴിഞ്ഞേച്ച് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിക്കുന്ന സമയത്ത് അമ്മയുടെയും അവളുടെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളോട് ഇന്നുവരെ അവിടെ വീട്ടിലൊരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്ന് ഞങ്ങളുടെ അമ്മ അവിടെ അവരുടെ അമ്മയ്ക്ക് അസുഖം ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അമ്മ 2 മാസമായിട്ട് അവിടെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയതാണ് അമ്മ. കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അമ്മ തിരിച്ചു പോയതാണ്. മെയ് 9 രാത്രി 9 മണിയോടെ ശുഭയുടെ ഫോണിലേക്ക് അവരുടെ അകന്ന ബന്ധുവായ ഒരാളും അയാളുടെ ഭാര്യയും വിളിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഇയാളുടെ ഫോണും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വീട് കത്തിയ സമയത്തെക്കുറിച്ച് കാര്യമായ വിവരം ലഭിക്കാത്തതിനാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾക്ക് വേണ്ടി ISROയെ സമീപിച്ചിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നു. സംഭവത്തിന് ശേഷം ശുഭയുടെ ഭർത്താവ് അനീഷിന്റെ ബന്ധുക്കൾ ആരും തന്നെ ഇവിടേക്ക് വരികയോ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. ശുഭയും കുടുംബവും താമസിക്കുന്ന ഭൂമി അനീഷിന്റെ പേരിലുള്ളതാണെന്നും അനീഷിന്റെ മരണശേഷം ഈ ഭൂമിക്കായി സഹോദരങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതുമായാണ് സൂചന. ശുഭയും മാതാവും 2 മക്കളും 2 കട്ടിലുകളിലായി ഒരേ മുറിയിൽ തന്നെയാണ് രാത്രി കിടന്നുറങ്ങിയിരുന്നത്. ശുഭയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഇതേ മുറിയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. തൊട്ടടുത്ത മുറിയിലാണ് മാതാവ് പൊന്നമ്മയുടെയും ഇളയ മകൻ അഭിനവിന്റെയും മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. പ്രധാന മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തൊട്ടടുത്ത് തന്നെ വാതിലുണ്ടെങ്കിലും ഈ വാതിലിന് തീപിടിച്ചിട്ടില്ല.
സംഭവമുണ്ടായി 7 ദിവസത്തിന് ശേഷം ഇവിടെ എത്തിയ ചില പൊതുപ്രവർത്തകർ 2 ലിറ്ററോളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി കണ്ടതായും തുറന്നു നോക്കിയപ്പോൾ ഇതിൽ പെട്രോളിന്റെ അംശം ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ഈ കുപ്പി പിന്നീട് കാണാതായെന്ന് പൊതുപ്രവർത്തകൻ അനിൽ ദേവസെ പറയുന്നു. അതിനുശേഷം ഒരു 5-8 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നാട്ടുകാരെ കൂടി ഞാൻ ഈ വീട് സന്ദർശിക്കാൻ വന്നപ്പോൾ ഇവിടെ മുഴുവൻ കത്തി ചാമ്പലായി കിടക്കുകയാണ്. ഭിത്തി നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 2 ലിറ്റർ വരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പെട്രോളിൻ്റെ പോലെയുള്ള ഒരു സ്മെല്ല് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ അടച്ചിട്ട് അവിടെ തന്നെ ഇട്ടിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലെ വന്ന് ഈ മറ്റുള്ള ആളുകൾക്ക് കൂടി വന്ന് പരിശോധിക്കാനും ഈ വീട് കാണാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കുപ്പി പിന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എടുത്തുകൊണ്ട് പോയതാണോ അതോ പോലീസുകാർ തന്നെ എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നും 4 പേരുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.